ഹായ്. നാട്ടിൽ നിന്നേ ഉമ്മ വന്നിരുന്നു. പിള്ളേരൊക്കെ അവിടെ വെക്കേഷൻ അവിടെ ആയിരുന്നു. അപ്പോൾ അവരെയും കൊണ്ടുവന്നപ്പോൾ വീട്ടിലുണ്ടായ ഒരു ചക്ക കൊടുന്നു. അപ്പോൾ ആ ചക്ക ഓൾമോസ്റ്റ് പഴുത്തിട്ടുണ്ട് ചക്ക. അപ്പോൾ ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു പകുതി മുറിച്ച് ചുളയൊക്കെ എടുത്തു. എന്നിട്ട് എൻ്റെ ചക്കക്കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒന്നും കൂടെ പഴുക്കട്ടെ, എന്നിട്ട് വേണം ഇന്ന് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വർഷം എനിക്ക് വേറെ ഒരു ചക്കയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുളയൊക്കെ പറിച്ച് ചക്കക്കുരു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ വൃത്തിയിൽ സൂക്ഷിച്ചാലും ചക്കക്കുരു പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഇന്നലെ കിട്ടിയ ചക്ക ഫ്രഷ് ചക്കക്കുരു ഉണ്ട്, ചക്കയിൽ നിന്ന് കിട്ടിയ കുരു ഉണ്ടല്ലോ, അത് ഫ്രഷായിട്ട് അങ്ങോട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അറിയണ്ടായിരിക്കും എല്ലാവർക്കും, ഈ തൃശ്ശൂർ ഭാഗത്തും കോഴിക്കോട് ഭാഗത്തൊക്കെ വെറുതെ ഈ ചക്കക്കുരു ഇട്ടിട്ട് വേവിച്ചിട്ട് വെറുതെ ഉള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ കൂടിയിട്ടിട്ട് മൂപ്പിച്ചിട്ടിടില്ലേ, അതുപോലെ. കാരണം പിള്ളേരൊക്കെ കഴിക്കലുണ്ടാവില്ല, ചെറുതായിട്ടൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ. എന്നാലും ഞാൻ കൊടുക്കും കേട്ടോ, വലിയ ഇഷ്ടമൊന്നുമല്ല അവർക്കിത് കഴിക്കാൻ. എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ട് കൊടുക്കും. കാരണം നമുക്കിതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനങ്ങളല്ലേ, ഹെൽത്തിയാണ്. അപ്പോൾ പിന്നെ ചക്കയായിട്ടുള്ള വിഭവമാണ്. വിഭവം എന്നൊന്നും പറയാൻ പറ്റില്ല, ചക്കയായിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. പിന്നെ വേറെ എന്താ വിശേഷം? ഞാൻ ആലോചിക്കായിരുന്നു, നാട്ടിലൊക്കെ ഉള്ള സമയത്ത് എന്തോരം ചക്കയായിരുന്നു, ഇഷ്ടം പോലെ ചക്കയായിരുന്നു. ചക്ക, അതുപോലെ മാങ്ങ, പപ്പായ, ഇതൊക്കെ ഞാനിവിടെ എറണാകുളത്താണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒക്കെ പൈസ കൊടുത്ത് വാങ്ങുവാണ്. ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും പപ്പായ ആണെങ്കിലും. മറ്റേ നാട്ടിലുണ്ടാകുമ്പോൾ ചക്ക പഴുത്ത് വീഴും. ഒരുപാടൊക്കെ വെക്കും കേട്ടോ, വീട്ടിൽ വെക്കും. എന്നാലും പോലും നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവും ഒരുപാട്. കുറേയൊക്കെ വീഴും, കുറേയൊക്കെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഓരോരുത്തർ പെറുക്കി കൊണ്ടുപോകും. അതുപോലെ പപ്പായ ആണെങ്കിലും കുറേ ഉപ്പേരി വയ്ക്കും, കുറേ പഴുത്ത് കഴിക്കും, കുറേ കാക്കയും ഒക്കെ എടുത്ത് കൊത്തി കഴിക്കും. ഇഷ്ടം പോലെയായിരുന്നു. അതുപോലെ മുരിങ്ങയുടെ ഇല. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ക്ഷാമം മനസ്സിലാവണേ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നാടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ നാടൻ കൂട്ടാനുകളും ഒക്കെ. അപ്പോൾ ഇന്നലെ ഉമ്മ വന്നപ്പോൾ കൊടുന്നതാ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് എടുക്കാം എന്ന് വിചാരിച്ചു. ഈ ചക്ക ഫ്രഷ് ചക്കക്കുരു ആകുമ്പോഴേ കൈ ഇങ്ങനെ വഴുക്കി പോകും. പഠിച്ചു പണിയാണ് തൊലി കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ പുറത്തുള്ള ഈ തൊലി, ഈ ഭയങ്കര കട്ടിയുള്ള ഈ തോടില്ലേ, ഇങ്ങനത്തെ തോട്, ഇങ്ങനത്തെ തോട്, ഇത് മാത്രമേ ഞാൻ കളയുള്ളൂ കേട്ടോ. അതിൻ്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കളയില്ല. അതിലൊക്കെ ഭയങ്കര എന്താ പറയുക, പോഷക സമ്പന്നമായിട്ടുള്ള പുറന്തൊലിയാണ് ഇതൊക്കെ. അപ്പം അതൊന്നും ആരും കളയണ്ട, കൂടെ അങ്ങോട്ട് വെച്ച് കഴിച്ചോളൂ, നല്ലതാ. അപ്പോൾ ഇങ്ങനെ ചക്ക കിട്ടിയപ്പോൾ ഇങ്ങനെ വിശേഷം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീഡിയോ എടുത്തു. ഓക്കെ, പിന്നെ എൻ്റെ കറി ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ കേട്ടോ.